ഇല്ല, അതിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ സ്മെല്ല് കാര്യങ്ങൾ നമ്മൾ അവിടുന്ന് ഇന്നലെ തന്നെ നമ്മൾ ഇവിടുന്ന് ഒരു 2 ബോഡി എടുത്തതാ. മെന്നാന്ന് ഇവിടുന്ന് 2 ബോഡി എടുത്താണ്, അവിടുന്ന് ഒരു ബോഡി. പക്ഷെ അവർക്ക് ബോഡിനോട് അടുക്കുമ്പോണ്ടാകുന്ന ഒരു സ്മെല്ലുണ്ട്. ആ സ്മെല്ലൊന്നും നമുക്കിപ്പോൾ ഇത്രയും അടിഞ്ഞു കിടക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ആ സ്മെല്ല് ഫീൽ ചെയ്യുന്നില്ല. സൈനിക ഉദ്യോഗസ്ഥർ എന്താണ് നിങ്ങളോട് പറഞ്ഞത്? വേണ്ടിയിട്ടാണ് നാളെ ഓല് പറയുന്ന അനുസരിക്കാന്നല്ലാണ്ട് സന്നദ്ധ സംഘടനാ പ്രവർത്തകരാണ് ഞങ്ങൾ, ഡിവൈഎഫ്ഐൻ്റെയൊക്കെ, അതുപോലെ പല സംഘടനകളും ഉണ്ട്. അപ്പോൾ വലിയൊരു നമുക്ക് ഈ ദുഃഖവേളയിൽ പോലും നമുക്ക് പങ്കുവെക്കാൻ പറ്റുന്നത് ഈ നിങ്ങളുടെ ഒരു ജീവൻ തന്നെ പണയം വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ദൗത്യത്തിൽ ഏർപ്പെടുന്നത്. ഞങ്ങളിത് കേട്ട സമയത്ത് ഞങ്ങൾക്ക് നിപ്പ് പോരായിട്ട് ഞങ്ങൾ കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്ന് പോകുന്നതാണ്. അന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ ഞങ്ങൾ ഇതിൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ താമരശ്ശേരി ഞങ്ങൾക്ക് ഇത് കേട്ടപ്പോൾ നിപ്പ് പോരായിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ ഏത് സാഹസികവും ഞങ്ങൾ എടുക്കാൻ തയ്യാറാണ്. ഞങ്ങൾ പ്രൊട്ടക്ഷൻ ഞങ്ങൾ നോക്കും, എന്നിരുന്നാലും സാഹസികം എടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പ്രശ്നമില്ല. വലിയൊരു ബോഡി സ്കാൻ ചെയ്ത് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് തീരുന്നവരെ എടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ നോക്കിയത്. പക്ഷേ ഇനി കുറഞ്ഞ ഒരു ഭാഗം കൂടി മണ്ണ് നിൽക്കാണ്ട്, എന്നിരുന്നാലും അതിലൊക്കെ അടുക്കുമ്പോൾ ഒരു ബോഡി ഉള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇന്നലത്തെ പറയില്ല, ഇന്നലെയൊക്കെ മണ്ണ് അടുക്കുന്ന ഒരു ബോഡിയോട് അടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല സ്മെല്ലുണ്ടായിരുന്നു. ആ സ്മെല്ലൊന്നും ഇപ്പോൾ ഫീൽ ചെയ്യുന്നില്ല. എന്തായാലും ഈ ദൗത്യം നാളെ പുനരാരംഭിക്കൽ കൂടെ ഉണ്ടാകും. തീർച്ചയായിട്ടും. ഞങ്ങൾ അന്ന് പറയില്ല, ഇത് കേട്ട സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ ചെറിയൊരു പ്രളയത്തിൻ്റെ ഇത് ഉണ്ടായിരുന്നു. താമരശ്ശേരി ഭാഗങ്ങളിലൊക്കെ അന്ന് കഠിനമായിരുന്നു. വരാനുള്ള ഒരു ചാൻസും ഇല്ലാണ്ടായി. റോഡൊക്കെ ബ്ലോക്ക് ആയതുകൊണ്ട് പിറ്റേന്ന് രാവിലെ തന്നെ ഞങ്ങൾ ഇവിടെ എത്തി. അന്ന് മുതൽ ഇതിലുണ്ട്. അന്ന് വന്നാണ് 3 ബോഡി ഇവിടുന്ന് എടുത്തത്. ഈ വീട്ടിൽ നിന്ന് 2 ബോഡി എടുത്ത്, പിന്നെ ഇപ്പുറത്തെ വീട്ടിൽ നിന്ന് നാസറിൻ്റെ വീട്ടിൽ നിന്ന് 2 ബോഡി എടുത്തു. അബുക്ക, പിന്നെ അയാളെ മോൻ്റെ മോനും, പിന്നെ ഇപ്പുറത്ത് നിന്ന് ഒരു അമ്മനെ എടുത്തു. സ്കാനിങ് പോലും പറഞ്ഞെങ്കിലും പക്ഷെ നമുക്കൊരു ചാൻസ് കാണുന്നില്ല. ഇറങ്ങിയപ്പം ഫുൾ ബ്ലോക്ക് ആയിരുന്നു. വെള്ളം പോലും വരാത്ത സമയമായിരുന്നു. ഇപ്പോൾ വെള്ളം ചാടിയാകുന്നുണ്ട്. ഇപ്പോൾ തുറന്നിട്ടതാണ്. ചെറിയൊരു ഭാഗങ്ങളിൽ കുറച്ച് മണ്ണുണ്ട്. ആ മണ്ണ് നീക്കാനൂടെ അല്ലായിരുന്നു. പക്ഷെ ഉദ്യോഗസ്ഥന്മാർ നിർത്താൻ പറഞ്ഞാൽ പിന്നെ നമുക്ക് നിർത്തല്ലാതെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുന്നില്ല. നമ്മളെ പ്രൊട്ടക്ഷനല്ലേ. എന്തായാലും ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം കൂടെ പാലിച്ചുകൊണ്ടാണ് അവരിപ്പോൾ ഒരു ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത്. ഒരു മലയാളികൾ, അതായത് നമുക്ക് പുറത്തു പറയേണ്ടത്, ഇപ്പോൾ ഈ രക്ഷാദൗത്യത്തിൽ ഏർപ്പെടുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ട, അതായത് SYSന്റെ പ്രവർത്തനമുണ്ട്, DYFയുടെ പ്രവർത്തനമുണ്ട്. അവർ കൈകോർത്തുകൊണ്ട് നടത്തുന്ന ഒരു രക്ഷാപ്രവർത്തനം നിങ്ങൾ ഒരുമിച്ച് നടത്തുന്നു. ഒരു സ്വല്പം സമയം കൊണ്ട് ലഭിക്കേണ്ടതായിരുന്നു. അതെ, തീർച്ചയായും ഒരു അരമണിക്കൂർ കൊണ്ട് കിട്ടിയിരുന്നെങ്കിൽ പറ്റുമായിരുന്നു. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായ നിർദ്ദേശം ഉണ്ടാവും, ഇത്ര ടൈം നിർദ്ദേശം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു കൺഫേമായി പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ടുമാറോ ഓക്കെ. എന്തായാലും നാളെയും പ്രവർത്തനം തുടർന്ന് നിങ്ങൾ എത്ര ആളുകളാണ് ഇപ്പോൾ ഈ രക്ഷാദൗത്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്? ഞങ്ങൾ 35ഓളം പേരുണ്ട് ഇവിടെ. താമരശ്ശേരി ബ്ലോക്കിൽ നിന്ന് യൂത്ത് ബ്രിഗേഡിൻ്റെ എല്ലാവിധ ട്രെയിനിങ്ങും സംഘടന തന്ന ആളുകളാണുള്ളത്. 5 പേര് അന്ന് തന്നെ വന്നതാണ്. ഇത് അറിഞ്ഞ ഉടനെ തന്നെ വന്നതാണ്. നിങ്ങൾ ആദ്യ മണിക്കൂറോടെ എത്തിയില്ലേ? യെസ്, തീർച്ചയായിട്ടും. അന്ന് തന്നെ ഏതെങ്കിലും ദൗത്യം പൂർത്തിയാക്കിയ ശേഷം മാത്രമേ മടങ്ങൂന്ന്. അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇത് വലിയ ഒരു സന്ദേശമാണ്. ഡിവൈഎഫ്ഐയുടെ വയനാട് ജില്ലാ പ്രസിഡന്റ് സഖാവിന്റെ പേരൂടെ ഫ്രാൻസിസും ഉണ്ട് ഈ രക്ഷാ ദൗത്യത്തിനൊപ്പം ഉണ്ട്. നിങ്ങൾ വയനാട് ജില്ലയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മുഴുവൻ ഈ പ്രവർത്തനങ്ങൾക്ക് സജ്ജമായിരിക്കുകയാണല്ലേ? ഞങ്ങൾ അന്ന് ഉരുളുപൊട്ടി അന്ന് രാവിലെ 3:30 ഇവിടെ എത്തിയതാണ്. എത്തിയതിന് ശേഷം പൂർണ്ണമായി ഇതിൻ്റെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇന്ന് വരെ ഇത് എല്ലാ പ്രദേശങ്ങളിലും വിവിധ സ്ഥലങ്ങളിൽ യൂത്ത് ബ്രിഗേഡിനെ അറേഞ്ച് ചെയ്ത് ഇതിൻ്റെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോവുകയാണ്. സമഗ്രമായിട്ട് ഇനിയും എന്തെങ്കിലും ഒരു സാധ്യത അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായി അവിടെ പരിശോധന നടത്താനും അത് കണ്ടെത്താനും ആവശ്യമായിട്ടുള്ള പ്രവർത്തനം ഉണ്ടാകുമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാൻ. ഫ്രാൻസിസ്, മറ്റൊരു കാര്യമുണ്ട്. ഇത്തരം ആളുകൾ കാണുമ്പോൾ നിങ്ങൾ ഈ യൂത്ത് ബ്രിഗേഡ് എന്ന് പറയുമ്പോൾ കൃത്യമായ പരിശീലനമൊക്കെ നൽകി തന്നെയല്ലേ ഇവർക്ക്, യുവാക്കൾക്ക്? അതെ, നമ്മൾ DYFI എന്ന നിലയ്ക്ക് എല്ലാ മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ യൂത്ത് ബ്രിഗേഡിൻ്റെ വളണ്ടിയർമാരെ സജ്ജീകരിക്കുകയും അവർക്ക് കൃത്യമായി എല്ലാ വർഷവും പരിശീലനം നൽകി ഇത്തരം പരിശീലനങ്ങൾ പൂർത്തിയാക്കിയ സന്നദ്ധ സേന എന്ന നിലയ്ക്ക് തന്നെയാണ് DYFIയുടെ യൂത്ത് ബ്രിഗേഡ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം വിഷമഘട്ടങ്ങളിലും ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിലും അവർക്ക് വളരെ കാര്യക്ഷമമായി ഇടപെടാൻ വേണ്ടി കഴിയുന്നത് ഈ ട്രെയിനിങ്ങിൻ്റെ കൂടി പരിജ്ഞാനം കൊണ്ടാണ്. ഇപ്പോൾ സൈനിക ഉദ്യോഗസ്ഥർ ഈ അവസാന നിമിഷം നിങ്ങളോട് പങ്കുവെച്ചൊരു കാര്യം എന്താണ്? അതായത് നമ്മൾ നിലവിൽ അവിടെ പരിശോധന നടത്തിയത് ഏതെങ്കിലും തരത്തിൽ ഒരു സാന്നിധ്യം അവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ബോഡിയുടെ സാന്നിധ്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് അവസാനിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി.